നമുക്ക് നല്ല ക്ഷീണം കാണുന്നല്ലോ. ഇപ്പോൾ ഏത് ഡോക്ടറെ കൊണ്ട് കാണിക്കുക? അതിന് നമ്മൾ എത്ര ഡോക്ടേഴ്സ് മാറി മാറി കാണിക്കുന്നത്? അവരൊക്കെ എന്താ പറഞ്ഞത്? അമ്മയ്ക്ക് പ്രായത്തിൻ്റെ ക്ഷീണമാണ്, വേറെ ഒരു കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞത്. പിന്നെ മര്യാദയ്ക്ക് കഞ്ഞി അതിലൊക്കെ കൊടുക്കുമ്പോൾ കുടിക്കുന്നുണ്ട്. പിന്നെ എന്തിനങ്ങനെ ബേജാറാവുന്നത്? എന്നാലും എനിക്കൊരു സമാധാനമില്ല. നിങ്ങൾക്കൊരു സമാധാനക്കേടും വേണ്ട. ഞാൻ കുറച്ച് കട്ടൻ ചായ രാവിലെ കൊടുത്തിട്ടുണ്ട് അമ്മയ്ക്ക്. ഇപ്പോൾ കുറച്ച് കഞ്ഞിയാക്കി വയ്ക്കാം. കുറച്ച് കഴിഞ്ഞാലേ ഈ കഞ്ഞി അമ്മയ്ക്ക് കൊടുത്താൽ മതി. ഇപ്പം നല്ല ചൂടാറിക്കോട്ടെ. പാവം തന്നെ, മൂപ്പർക്ക് അമ്മനെ പറഞ്ഞാൽ ജീവനാ. ഇപ്പം എന്താ ചെയ്യുക? പ്രായമാകുമ്പോൾ അതിനനുസരിച്ചുള്ള ക്ഷീണവും അസുഖമൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്കും ടെൻഷനുണ്ട്, പറഞ്ഞിട്ട് എന്ത് കാര്യം? വീട്ടിലൊരാളാ ജോലിക്ക് പോയിട്ട് വരുന്ന സമയത്ത് മുൻപിൽ. അമ്മേ അമ്മേ കുറച്ച് കഞ്ഞോട് വരട്ടെ? വേണ്ട മോനെ, എനിക്കിപ്പോൾ ഞാൻ എപ്പോഴേ കട്ടൻ ചായ കുടിച്ചല്ലേ ഉള്ളൂ. ഞാൻ കുറച്ച് കണ്ട് കഞ്ഞി കുടിക്കാം. അവൾ ജോലിക്ക് പോയാ? ഇല്ല, അവൾ ജോലിക്ക് പോയിട്ടില്ല, പോകുന്നുള്ളൂ. ഇല്ല, അമ്മയ്ക്ക് കഞ്ഞിയായിക്കൊണ്ടിരിക്കുക. കഞ്ഞിയാക്കിയിട്ടേ ഒരു വൃത്തിയുള്ള പാത്രത്തിലാക്കി വെച്ച് മൂടി വയ്ക്കാൻ പറയും മോനെ. അവൾക്ക് വലിയ വൃത്തിയൊന്നുമില്ല. അത് കാരണം എനിക്ക് ഒന്നും കഴിക്കാനോ കുടിക്കാനോ ഒന്നും തോന്നുന്നില്ല. അമ്മയ്ക്ക് എത്ര വൈകിയും വേണ്ടില്ല, പക്ഷെ അവളെ കുറ്റം പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. തുടങ്ങി അവളെ സപ്പോർട്ട് പറയൽ, ഒന്നും പറയാൻ പറ്റില്ല. എന്തോ ആയോട് ഈ അമ്മൻ്റെ ഒരു കാര്യം. ഈ വരുന്ന സമയത്തേ അമ്മൻ്റെ മരുന്ന് വാങ്ങിക്കും കേട്ടോ. എനിക്ക് അമ്മയോട് ഒറ്റക്കാകട്ടെ, എനിക്ക് പോകാൻ പറ്റില്ല. അതിനുള്ള മരുന്ന് ഞാൻ വാങ്ങിച്ചിട്ട് വന്നോളാം. പിന്നെ ലേശം കഴിഞ്ഞാൽ കഞ്ഞി കൊടുക്കും. പിന്നെ വെള്ളം ചോദിക്കുക ഇടയ്ക്കിടയ്ക്ക്. ചൂട് വെള്ളം കൊടുത്താൽ മതി, തണുത്തൊരു സാധനം കൊടുക്കണ്ടേ? ഇല്ല, നീ വെക്കോ, ഞാൻ തണുത്തൊന്നും കൊടുക്കില്ല, ചൂടുവെള്ളം കൊടുക്കും. അമ്മേ 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 ഞാൻ ജോലിക്ക് പോകണം കേട്ടോ. അമ്മ കഞ്ഞി കഴിക്കും. പിന്നെ വെള്ളമൊക്കെ നല്ലോണം കുടിച്ചിട്ടേ ക്ഷീണമൊക്കെ മാറി എണിച്ചിരിക്കും കേട്ടോ. ഞാൻ പോയിട്ട് വരാം. ശരി എന്നാൽ. നീ പൈക്കോ, ഞാൻ കഞ്ഞി കുടിക്കാം. സമയം വൈകി, ഞാൻ പോയിട്ട് വരാം. അമ്മേ അമ്മ എനിക്ക് കഞ്ഞി കഴിക്ക്. ഇത് അവിടെ വെച്ചിട്ട് കുടിക്കാം. പിള്ളേർ വേണ്ട പറഞ്ഞ കേൾക്കണ്ടേ? ഇത്രയൊന്നും എനിക്ക് വേണ്ട, ലേശം കഴിച്ചാൽ മതി. പിള്ളേർ രണ്ടും വിളിച്ച മോനെ. പിള്ളേരെ വിളിച്ചമ്മേ, അവർ സുഖമായിട്ടിരിക്കുന്നു. ഓ, അമ്മ അന്വേഷിച്ചു. മക്കൾ അങ്ങനെയാണ്, നല്ല മക്കളാണ്. അവരന്വേഷിക്കാണ്ടിരിക്കുമോ? രണ്ടിനും കല്യാണമൊക്കെ നോക്കണ്ടേ? എങ്ങനെ ഇരുന്നാൽ മതിയോ? അതുകൊണ്ട് ഇത് കല്യാണം കഴിച്ച് ഞാൻ കാണുന്നു എനിക്ക് തോന്നുന്നില്ല മോനെ. അപ്പോഴേക്ക് ഞാൻ പോയി പോകുന്ന തോന്നുന്നത്. എപ്പോഴാണ് പെണ്ണ് നോക്കണ ആയിട്ടുകൾക്ക്? പെണ്ണൊക്കെ നോക്കാമേ, അവർക്ക് ആദ്യം ജോലി ശരിയായിട്ട് കഞ്ഞി കഴിച്ചിട്ടേ പതുക്കെ പുറത്തു വന്നിരിക്കും. എൻ്റെ മക്കൾ, ഞാനിപ്പോൾ എത്രയായി വയ്യാണ്ട് കിടക്കുന്നു. രണ്ടാൾ നന്നായിട്ട് എന്നെ നോക്കി. എൻ്റെ മരുമോള്, അവൾ എന്നെ പൊന്നു പോലെ നോക്കി. ഞാൻ എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് അവളെ നന്നായിരിക്കണ സമയത്ത്. പാവം തന്നെ, അതൊന്നും മനസ്സിൽ വെക്കാണ്ട് എനിക്ക് മരുന്ന് വാങ്ങി തന്നിട്ടും കഞ്ഞി തന്നിട്ടും കഷ്ണം കഴിക്കുമെന്ന് പറഞ്ഞ് പുറകെ നടന്നിട്ടും എൻ്റെ മോളെന്നെ നല്ല പോലെ നോക്കി. എൻ്റെ മരുമോളല്ലാതെ എൻ്റെ മോനും എന്നെ നല്ലപോലെ സ്നേഹിച്ചു. ഇന്നത്തെ കാലത്ത് ഒരമ്മായിമാർക്കും കിട്ടാത്ത പുണ്യ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ദൈവമേ, എൻ്റെ മക്കൾക്ക് നല്ലത് വരുത്തണേ. വഞ്ചേ, നീ ജോലിക്ക് പോയി തുടങ്ങട്ടോ.
വിഷമം ആർക്കല്ലാത്ത എനിക്കില്ലേ? അതല്ല സുഹൃത്ത, ജോലിക്ക് പോയിട്ട് വരുമ്പോഴേക്കും മുൻപിൽ അമ്മ ഇരിക്കുകയായിരുന്നു. വയ്യാണ്ട് അകത്ത് കിടക്കുകയാണെങ്കിലും വരുമ്പോൾ ഒരു സന്തോഷമാണ്, അമ്മയുണ്ടല്ലോ ഇവിടെ എന്നുള്ളത്. വല്ലാണ്ട് മനസ്സ് വേദനിച്ചു പോയി. പ്രതീക്ഷിക്കാണ്ടല്ലേ അത്രത്തോളമൊക്കെ വയ്യാണ്ടും ഒന്നും കഴിക്കാണ്ട് കിടന്നതാണെങ്കിൽ നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവും. കഞ്ഞിയും കഴിച്ച് വഴിക്കും എണിക്കും ഇരിക്കും എന്നൊക്കെയല്ലേ പ്രതീക്ഷിച്ചത്. അതാലോചിക്കും വല്ലാത്ത വിഷമം. വെറുതെ ആലോചിച്ചിട്ട് എന്താ കാര്യം? ഇപ്പം തിരിച്ചു വരുമോ? ഇല്ലല്ലോ. വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാലേ അതെന്നെ ആലോചിച്ച് പല ചിന്തയും വരും. പിന്നെ നാളെ തന്നെ ജോലിക്ക് വെക്കും. ഞാനും അതാ വിചാരിക്കുന്നത്. ഞാൻ നാളെ തുടങ്ങി പോകട്ടെ. വെറുതെ ഇരിക്കുമ്പോൾ വല്ലാത്ത വിഷമം. രാവിലെ തുടങ്ങി രാത്രി വരെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ജോലിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിൽ വന്നാൽ മാത്രമല്ലേ ഉള്ളൂ ആ ചിന്ത. ഞാൻ പോകാൻ നാളെ തുടങ്ങിയിട്ട്. അതാ നല്ലത്. ഞാൻ പുറത്ത് പോയിട്ടില്ല. ആ രഘുവേട്ടനാ, വേട്ട കയറിയിരിക്കേ. അവനോടെ ഷോപ്പ് തുറക്കാൻ വേണ്ടി പോയിരിക്കുക. കുറേ ആയില്ലേ എവിടെയും പോകാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. അപ്പം ഇന്ന് എന്നെയും ജോലിക്ക് പോകാൻ പറഞ്ഞു. മൂപ്പരും രാവിലെ നേരത്തെ പോയതാ. ആ 20 തരത്തിൻ്റെ കാര്യം അവൻ എന്താ പറഞ്ഞു? അതുകൊണ്ട് പേർക്ക് ആക്കിയോ? രഘുവേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? രഘുവേട്ടൻ അമ്മൻ്റെ മൂത്ത മോനല്ലേ? നിങ്ങൾ 2 ആൺകുട്ടികളല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അമ്മനെ നോക്കിയെന്ന് പറഞ്ഞിട്ട് ആ സ്ഥലം മുഴുവൻ ഞങ്ങളുടെ പേർക്ക് എഴുതുക. ഏട്ടന് തോന്നുന്നോ ഏട്ടൻ്റെ അനിയൻ അങ്ങനെ ചെയ്യുന്നുള്ളത്? ഇപ്പോൾ അങ്ങനെയാണല്ലോ. അമ്മ നോക്കി പറഞ്ഞിട്ടേ അമ്മ സ്വത്ത് മുഴുവൻ എഴുതി വാങ്ങുന്നത്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അമ്മ പോയ ശേഷം ആ സ്ഥലം മുഴുവൻ ഞങ്ങളുടെ പേർക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ അമ്മനെ നോക്കിയത്. ഞങ്ങളുടെ അമ്മയാണ്, ഞങ്ങളുടെ കടമയാണ് അമ്മനെ നോക്കേണ്ടത്. അതുമാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. മൂപ്പർ എന്താ അറിയോ പറഞ്ഞത്? ആ 20 സെൻറ്റ് സ്ഥലം ഏട്ടൻ എടുത്തോട്ടെ, എന്തെങ്കിലും ഒന്ന് അമ്മേൻ്റെ പേര് മറക്കാതിരിക്കാൻ 2 സെൻറ്റെങ്കിലും അത് നമുക്ക് മതിയെന്നാണ് പറഞ്ഞത്. അയ്യോ, എനിക്ക് ആരും ദാനമായിട്ട് തരില്ല. റോഡ് സൈഡിലെ അത് ഞാൻ ആദ്യം എടുക്കും. ബാക്കി അവിടെ ആണെങ്കിലും ഈ റോഡ് സൈഡിലെ 15 സെൻറ്റ് സ്ഥലത്തിൽ കൂടെ തന്നെയല്ലേ ആ ബാക്കിൽ 5 സെൻറ്റ് സ്ഥലത്തിലേക്ക് വഴിയുള്ളൂ. പിന്നെ ഈ 15 സെൻറ്റ് ഏട്ടൻ എടുത്തു കഴിഞ്ഞാൽ 5 സെൻറ്റ് അവിടെ വെറുതെ പോവുക. അവിടേക്ക് വഴിയില്ല, വണ്ടിയും പോവില്ല. പിന്നെ അതിന് വെറുതെ അവിടെ ഇടണം ഏട്ടാ. അതും കൂടി നിങ്ങളങ്ങ് എടുത്തോളേ. ഞാൻ മൂപ്പര് വന്നാൽ പറയാം. പിന്നെ അത് ആർക്കും ഇല്ലാണ്ട് പോകണ്ടല്ലോ. ഓ, വലിയ ആൾക്കാർ. അമ്മനെ നോക്കിയുള്ള അഹങ്കാരല്ലേ? അമ്മനെ നോക്കി എന്നുള്ള അഹങ്കാരം ഞങ്ങൾക്കുണ്ടെങ്കിലേ ആ അമ്മൻ്റെ സ്വത്ത് ഞങ്ങളുടെ പേർക്കാക്കിയിട്ടുണ്ടാവും. തറവാട്ട് മുതലാ, അത് അമ്മൻ്റെ സ്വത്താണ്. ആ 2 മക്കൾക്ക് ഒപ്പ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടത്. ഇനിയിപ്പോൾ ഞങ്ങൾക്കത് വേണ്ട. ആ മുൻപിലെ സ്ഥലം എടുക്കുന്ന സ്ഥിതിക്ക് ആ ബാക്കിലെ സ്ഥലം കൂടി ഏട്ടനെടുത്തോ. ഞങ്ങൾക്ക് വേണ്ടാഞ്ഞിട്ടാ ഏട്ടനെടുത്തോ. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു. ആ 15 സെൻറ്റ് സ്ഥലം ഞാൻ എടുക്കും. ബാക്കി 5 സെൻറ്റ് അവിടെ ഇടും. നാളെ അവന് പറമ്പിലേക്ക് വരാൻ പോയി. നാളെ ആൾക്കാൾ വരും. മൂപ്പര് പണ്ടേ ഇങ്ങനെയാ. ഓരോ വരത്ത് വരും, ഇവിടെ അങ്ങനെ ഭീഷണിപ്പെടുത്തും. അമ്മയ്ക്ക് ഇത്ര സൂലം എടുക്കുമ്പോൾ 100 പ്രാവശ്യം വിളിച്ചു. അവ ഫോൺ എടുത്തില്ല. എന്നിട്ട് മക്കളുടെ ഫോണിൽ വിളിച്ചിട്ടാണ് മൂപ്പര് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ ആയപ്പോൾ വന്നത്. അപ്പോൾ ഇനിയും വന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പോവുക. ആർക്ക് വേണം ഇയാളുടെ 5 സെൻറ്റ് സ്ഥലം? എന്തെങ്കിലും ആയി വിടട്ടെ. അമ്മനെ നോക്കാൻ പറ്റിയല്ലോ, അത് തന്നെയാണ് വലിയ കാര്യം.